ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിൽ ടിച്ചല്ല വക്കാണ്ടയുടെ രാജാവാകുന്നതിന് മുന്നേ വരെ വക്കാണ്ടയെ പറ്റിയോ അവരുടെ പ്രധാന പവർ സോഴ്സ് ആയ വൈബ്രേനിയത്തെ പറ്റിയോ ലോകത്തുള്ള ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. വക്കാണ്ടക്കാർ അത്രമാത്രം രഹസ്യമാക്കി വെച്ചേക്കുന്ന പല കാര്യങ്ങളും ഒരുപാടല്ലെങ്കിലും കുറച്ചൊക്കെ അറിയാവുന്നത് ഉളിസിസ് ക്ലോയെ പോലെയുള്ള ചുരുക്കം ചിലർക്കാണ്. പിന്നെ എങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൽ ഹോവേർഡ് സ്റ്റാർക്ക് വൈബ്രേനിയം എന്ന മെറ്റൽ ഉപയോഗിച്ച് ഒരു പ്രോട്ടോടൈപ്പ് ഷീൽഡ് നിർമ്മിച്ചത്? ഹോവേർഡ് സ്റ്റാർക്കിന് ആ സമയത്ത് വൈബ്രേനിയം എങ്ങനെയാണ് ലഭിച്ചതെന്നും വക്കാണ്ടയും ഹോവേർഡ് സ്റ്റാർക്കും തമ്മിൽ എന്താണ് ബന്ധമെന്നും വാട്ട് ഇഫ് എന്ന സീരീസിന്റെ സീസൺ 2 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Your father was a great ally to us during the war. Yes, I understand you even donated some vibranium to your efforts. We made a shield out of it. We lost it in the Arctic, but other than that, things turned out pretty well. അതായത് വേൾഡ് വാറിന്റെ സമയത്ത് ടീച്ചല്ലയുടെ ഗ്രാൻഡ് ഫാദർ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹോവേർഡ് സ്റ്റാർക്കിന് വൈബ്രേനിയം എന്ന മെറ്റല് സമ്മാനിച്ചത്. ആ വൈബ്രേനിയം ഉപയോഗിച്ചാണ് ഹോവേർഡ് സ്റ്റാർക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഷീൽഡ് നിർമ്മിക്കുന്നതും പിന്നീട് ആ ഷീൽഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഐക്കോണിക് വൈബ്രേനിയം ഷീൽഡ് ആയിട്ട് മാറിയതും. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിലെ കാർ ചേസ് സീനിൽ ടിച്ചല്ല ഷൂറിയോട് ബാസ്റ്റ് എന്ന ഒരു പേര് പറയുന്നുണ്ട്. സത്യത്തിൽ ബാസ്റ്റ് ഒരു ഈജിപ്ഷ്യൻ ഗോഡസ് ആണ്. ദ പാന്തർ ഗോഡസ് എന്നും ബാസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. തോർ ലവ് ആൻഡ് തണ്ടറിൽ തോർ ഓംനിപൊട്ടൻ സിറ്റിയിൽ എത്തുന്ന സമയത്ത് കൗൺസിൽ ഓഫ് ഗോഡ്സിലെ ഒരു മെമ്പർ ആയിട്ട് ബാസ്റ്റ് അഥവാ ദ പാന്തർ ഗോഡസ് ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ബാസ്റ്റ് എന്ന ഗോഡസ് തന്നെയാണ് വക്കാണ്ടൻസിന് ഹാർട്ട് ഷേപ്ഡ് ഹെർബിനെ പറ്റിയുള്ള വിഷൻസ് നൽകിയത്. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിൽ ഷൂറി ടീച്ചല്ലയോട് 3 ബ്ലാക്ക് പാന്തർ സ്യൂട്ടില് ഒരെണ്ണം തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ടീച്ചല്ല ഗോൾഡൻ സ്യൂട്ട് നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് തെരഞ്ഞെടുത്തില്ല. കാരണം ആ സ്യൂട്ട് വളരെ സ്റ്റൈലിഷും ഹൈലി ഡെക്കറേറ്റഡുമാണ്. ഇത്രയധികം സ്റ്റൈലിഷും ഹൈലി ഡെക്കറേറ്റഡുമായിട്ടുള്ള ബ്ലാക്ക് പാന്തർ സ്യൂട്ട് അദ്ദേഹം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല? പറയാം. അതായത് പുറം ലോകം വക്കാണ്ടയോ അല്ലെങ്കിൽ ടീച്ചല്ല അഥവാ ബ്ലാക്ക് പാന്തറിനെയോ നോട്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നീട് കിൽമോങ്ങർ ആ ഗോൾഡൻ സ്യൂട്ട് തെരഞ്ഞെടുത്തു. കാരണം ആ സ്യൂട്ട് സ്റ്റൈലിഷും ഹൈലി ഡെക്കറേറ്റഡും ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, കിൽമോങ്ങർ തന്റെ വക്കാണ്ടൻ ഡോമിനൻസ് ലോകം മൊത്തം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിൽ വക്കാണ്ടയുടെ ത്രോണിൽ ഇരുന്നുകൊണ്ട് കിൽമോങ്ങർ ഇങ്ങനെ പറയുന്നുണ്ട്, The sun will never set on the Wakandan Empire. എന്നാൽ ബ്ലാക്ക് പാന്തർ എന്ന മൂവിയുടെ അവസാനം ബ്ലാക്ക് പാന്തറും കിൽമോങ്ങറും വക്കാണ്ടയില് സൺസെറ്റ് നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സീൻ സൂചിപ്പിക്കുന്നത് കിൽമോങ്ങർ പറഞ്ഞത് തെറ്റായിരുന്നു എന്നാണ്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിൽ കിൽമോങ്ങറിന്റെ വൈബ്രേനിയം സ്യൂട്ടിന്റെ ഹെഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ഹിഡൻ ഡീറ്റെയിൽ കാണുവാൻ സാധിക്കും. കിൽമോങ്ങറിന്റെ ഹെഡില് ഒരു ലിയോപാർഡിന്റെ സ്കിന്ന് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈൻ പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഡിസൈൻ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാല് കോമിക്സിലെ കിൽമോങ്ങറിന്റെ പെറ്റായ പ്രേ എന്ന ലിയോപാർഡിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കുവാൻ മാർവലിന് സാധിക്കുന്നുണ്ട്.